ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ആത്മസംയമയോഗം. ശ്രീഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയാ. ഭഗവാൻ അരുളി ചെയ്തു, കർമ്മഫലത്തെ അനാശ്രിത ആഗ്രഹിക്കാതെ കാര്യം കർമ്മ തൻ്റെ കർത്തവ്യകർമ്മത്തെ യാതൊരുവൻ കരോതി ചെയ്യുന്നുവോ സ അവൻ സന്യാസി. കർമ്മഫലത്തെ ത്യജിച്ചതിനാൽ സന്യാസിയും യോഗീച്ച മനസമാധാനത്തോടു കൂടിയവനായതിനാൽ യോഗിയും ആവുന്നു. നിരഗ്നിന കേവലം അഗ്നിഹോത്രത്തെ മാത്രം ഉപേക്ഷിച്ചവനല്ല. ന അക്രിയ ച തപസ് ദാനം എന്നീ കർമ്മങ്ങളെ ചെയ്യാത്തവനുമല്ല. അഗ്നിഹോത്രത്തെയും തപസ് ദാനം മുതലായ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം സന്യാസിയോ യോഗിയോ ആവില്ലെന്ന് സാരം. ശ്ലോകം 2. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസംന്യസ്യ സങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. പാണ്ഡുപുത്രനായ അർജുന, യം യാതൊന്നിനെ സന്യാസം ഇതി സന്യാസമെന്ന് പ്രാഹു പറയുന്നുവോ തം യോഗം അതിനെ യോഗം തന്നെ എന്നറിഞ്ഞാലും. ഹി എന്തുകൊണ്ടെന്നാൽ അസംന്യസ്ത സങ്കല്പങ്ങളെയെല്ലാം ഉപേക്ഷിക്കാത്ത കശ്ചന ഒരുത്തനും യോഗി ന ഭവതി യോഗിയായി തീരില്ല. പാണ്ഡുപുത്രനായ അർജുന, യാതൊന്നിനെ സന്യാസമെന്ന് പറയുന്നുവോ അതിനെ യോഗം തന്നെ എന്നറിഞ്ഞാലും. എന്തുകൊണ്ടെന്നാൽ സങ്കല്പങ്ങളെയെല്ലാം ഉപേക്ഷിക്കാത്ത ഒരുത്തനും യോഗിയായിത്തീരില്ല. ആരുരുക്ഷോർമുനേർയോഗം കർമ്മ കാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. യോഗം, അതായത് ജ്ഞാനയോഗത്തെ ആരുരുക്ഷോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് കർമ്മയോഗം കാരണം ഉച്യതേ മനഃശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തിക്ക് അർഹതയുണ്ടാക്കി തീർക്കുന്ന കാരണമെന്ന് പറയപ്പെടുന്നു. യോഗാരൂഢസ്യ ജ്ഞാനയോഗത്തെ പ്രാപിച്ച തസ്യ ഏവ അവനു തന്നെ ശമ സർവകർമ്മങ്ങളിൽ നിന്ന് നിവർത്തിച്ച് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കലാണ് കാരണം ഉച്യതേ ജ്ഞാനത്തിൻ്റെ ദൃഢതയ്ക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. മനഃശുദ്ധിക്ക് കർമ്മയോഗവും ജ്ഞാനത്തിൻ്റെ ദൃഢത, അതായത് ബ്രഹ്മനിഷ്ഠയ്ക്ക് മനസ്സിൻ്റെ അടക്കവുമാണ് അഭ്യസിക്കേണ്ടതെന്ന് സാരം. ശ്ലോകം 4. യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യഥാ എപ്പോൾ ഇന്ദ്രിയാർത്ഥേഷു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയ വിഷയങ്ങളിലും കർമ്മസു അവയെ സമ്പാദിക്കാനുള്ള കർമ്മങ്ങളിലും ന അനുഷജ്ജതേ ആസക്തനായി തീരുന്നില്ലയോ സർവസങ്കൽപ്പ സന്യാസി എല്ലാവിധ സങ്കല്പങ്ങളെയും സന്യസിച്ചവനായ, അതായത് ഉപേക്ഷിച്ചവനായ അദ്ദേഹം തഥാ അപ്പോൾ യോഗാരൂഢനെന്ന്
അതായത് ജ്ഞാനയോഗത്തിൽ നിഷ്ഠയോടുകൂടിയവനെന്ന് ഉച്യതേഹി പറയപ്പെടുന്നു നിശ്ചയം. ശ്ലോകം 5. ഉദ്ധരേദാത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ ത്രിപുരാത്മനഃ. ആത്മാനം ആത്മന ഉദ്ധരേത്. തന്നെ സ്വയം സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കണം. ആത്മാനം ന അവസാദയേത്. തന്നെ നശിപ്പിക്കരുത്, അതായത് അധപ്പതിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആത്മന തനിക്ക് ബന്ധു, ആത്മാ ഏവ ബന്ധുവായിരിക്കുന്നത് താൻ തന്നെ, ആത്മന രിപു തനിക്ക് ശത്രുവും ആത്മാ ഏവ താൻ തന്നെ. അതായത് ഈ സംസാരത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ അധപ്പതിപ്പിക്കാതെ ഉദ്ധരിക്കണമെങ്കിൽ അതിന് നാം തന്നെ വിചാരിക്കണം. നമ്മുടെ ബന്ധുവായി തീരുന്നതും നമ്മുടെ ശത്രുവായി തീരുന്നതും അവനവൻ തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ശ്ലോകം 6. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതാ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. യേന ആത്മന ഏവ യാതൊരുവനാൽ സ്വയം തന്നെ ആത്മാ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവ ജിത ജയിക്കപ്പെട്ടിരിക്കുന്നുവോ തസ്യ ആത്മന അപ്രകാരമുള്ള വ്യക്തിക്ക് ആത്മാവ് ബന്ധുവാകുന്നു. അനാത്മന തു ദേഹേന്ദ്രിയ മനസ്സുകളെ അടക്കാത്തവനാവട്ടെ ആത്മാ ഏവ താൻ തന്നെ ശത്രുത്വേ അപകാരിത്വത്തിൽ ശത്രുവിനെ പോലെ വർത്തിക്കും. അതായത് യാതൊരുവനാൽ സ്വയം തന്നെ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവ ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അപ്രകാരമുള്ള വ്യക്തിക്ക് ആത്മാവ് ബന്ധുവും ദേഹേന്ദ്രിയ മനസ്സുകളെ അടക്കാത്തവന് ആത്മാവ് ശത്രുവും ആയി വർദ്ധിക്കും. ശ്ലോകം 7. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ജിതാത്മന മനസ്സിനെ അടക്കിയവനും പ്രശാന്തസ്യ ശാന്തനുമായവന് ശീതോഷ്ണസുഖദുഃഖേഷു ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നീ അനുഭവങ്ങളിലും തഥാ അപ്രകാരം തന്നെ മാനാപമാനയോ മറ്റുള്ളവർ ബഹുമാനിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുമ്പോഴും, അതായത് എപ്പോഴും പരമാത്മതത്വം സമാഹിത തന്നിൽ താനായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് മനസ്സിനെ അടക്കിയവന് ശാന്തതയും ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, മാനം, അപമാനം എന്നിവയിലും എപ്പോഴും പരമാത്മതത്വം, അതായത് തന്നിൽ താനായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ശ്ലോകം 8. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും തൃപ്തമായ മനസ്സോടുകൂടിയവനും കൂടസ്ഥ യാതൊരുവിധ വികാരവും ബാധിക്കാത്തവനും
വിജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, സമലോഷ്ടാശ്മകാഞ്ചന, മൺകട്ട, കല്ല്, സ്വർണം ഇവയെ തുല്യമായി, മൺകട്ടയെയും കല്ലിനെയും എന്ന പോലെ സ്വർണത്തെയും നിസ്സാരമായി കാണുന്നവനുമായ യോഗി. യോഗി യുക്തഃ ഇതി, യുക്തനെന്ന്, അതായത് യോഗാരൂഢനെന്ന്, ഇതി ഉച്യതേ പറയപ്പെടുന്നു. ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യോപദേശം കൊണ്ടും നേടിയ താൻ ആത്മാവാണെന്ന അറിവിനെ ജ്ഞാനമെന്നും താൻ ആത്മാവാണെന്ന അനുഭവത്തെ വിജ്ഞാനമെന്നും പറയുന്നു. ജ്ഞാനവിജ്ഞാനങ്ങൾ കൊണ്ട് തൃപ്തമായ മനസ്സോടുകൂടിയവനും നിർവികാരനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മൺകട്ടയും കല്ലും സ്വർണവും ഒരേപോലെ നിസ്സാരമായി കാണുന്നവനുമായ യോഗിയെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത്. ശ്ലോകം 9. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യബന്ധുഷു. സുഹൃത്ത്, സ്നേഹിതൻ, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, വിരോധി, ബന്ധു എന്നിവരിലും, സാധുഷു സജ്ജനങ്ങളിലും, പാപേഷു അപി ച പാപികളിലും സമബുദ്ധി രാഗമോ ദ്വേഷമോ ഇല്ലാത്ത സമബുദ്ധിയോടുകൂടിയവൻ വിശിഷ്യതേ വിശിഷ്ടനാകുന്നു. പ്രത്യുപകാരം ഇച്ഛിക്കാതെ ഉപകാരം ചെയ്യുന്നവനാണ് സുഹൃത്ത്. സ്നേഹമോ ദ്വേഷമോ ഇല്ലാത്തവനാണ് ഉദാസീനൻ. വിരോധികളായ രണ്ട് കക്ഷികൾക്കും ഹിതമിച്ഛിക്കുന്നവൻ മധ്യസ്ഥൻ. ഇങ്ങനെയുള്ളവരിലും സജ്ജനങ്ങളിലും പാപികളിലും രാഗമോ ദ്വേഷമോ ഇല്ലാത്ത സമബുദ്ധിയോടുകൂടിയവനാണ് വിശിഷ്ടനായ വ്യക്തി എന്ന് പറയുന്നത്. ശ്ലോകം 10. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകി യദചിത്താത്മാ നിരാശീരപരിഗ്രഹ. യദചിത്താത്മാ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയെ അടക്കിയവനും, നിരാശി ഒന്നിലും ആഗ്രഹമില്ലാത്തവനും, അപരിഗ്രഹ യാതൊന്നിനെയും സ്വീകരിക്കാത്തവനും, ഏകാകി ഒറ്റയ്ക്ക് താമസിക്കുന്നവനുമായിട്ട് യോഗി. യോഗി രഹസി ഏകാന്തത്തിൽ, സ്ഥിതഃ ഇരിക്കുന്നവനായിട്ട്, സതതം എപ്പോഴും, ആത്മാനം മനസ്സിനെ, യുഞ്ജീത ആത്മാവിൽ ഉറപ്പിക്കേണ്ടതാണ്. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയെ അടക്കിയവനും, ഒന്നിലും ആഗ്രഹമില്ലാത്തവനും, യാതൊന്നിനെയും സ്വീകരിക്കാത്തവനും, ഏകാകിയും എപ്പോഴും മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കേണ്ടതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.